നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ, ഇയാളെ ശ്രേയയുടെ ഡ്രൈവറാ. ഇയാളെന്താ ഇവിടെ? ആരാ? ഞാൻ ചീഫ് എഞ്ചിനീയർ ശ്രേയ മാഡത്തിന്റെ ഡ്രൈവറാ. മാഡം പറഞ്ഞു സാറിനെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. ചീഫ് എഞ്ചിനീയർ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതിന്റെ കാര്യം എന്താ? എനിക്കറിയില്ല സർ, എന്നോടൊന്നും പറഞ്ഞില്ല. ശ്രേയ പുതിയ പ്ലാനുമായിട്ട് ഇറങ്ങിയതാണോ? നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, എന്താ നീ പറമ്പിലേക്ക് വയ്ക്കൂ, ഞാനെന്ന് അവരെ കണ്ടിട്ട് വരാം. ചീഫ് എഞ്ചിനീയർ കാണാൻ പോണ്ട. കാര്യം എന്താന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാ മതി. വണ്ടി വിട്ട് എന്നെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞത് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനായിരിക്കും. ചെന്ന് കാര്യം ചോദിച്ചിട്ട് വരാമല്ലോ. വേണ്ട ബാലമാമ, ശ്രേയപ്പറ്റി ബാലമാമൻ അറിയഞ്ഞിട്ട. മാമനെ തനിച്ചുവിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. കുട്ടിയാണല്ലോ തട്ടിക്കൊണ്ടു പോവാനായിട്ട്. മാഷ് ചെയ്ത കാര്യത്തിന് ആ ചീഫ് എഞ്ചിനീയർ നേരിട്ട് സംസാരിക്കാൻ കാണിച്ച മര്യാദ തന്നെ അധികം. വഴിമുടക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുക. നിന്റെ ബാലമാമനെ എന്റെ മരുമകള് തിന്നാനൊന്നും പോകുന്നില്ല. പോയി വിളിപ്പിച്ച കാര്യം എന്താണെന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറ. നീ എന്തിനാ വെറുതെ ചാരുമോളെ കുറ്റപ്പെടുത്തുന്നു? അമ്മായിയുടെ അടുത്ത് ദേഷ്യപ്പെടേണ്ട ബാലമാമ. ചീഫ് എഞ്ചിനീയറെ കാണാൻ പോകാതിരുന്നാ മതി. ഇല്ല മോളെ, അവര് വെറുതെ ഒന്നും വിളിക്കില്ല. ഇവിടുന്ന് മെസ്സേജ് പോയിട്ടുണ്ടാവും. കാക്കോത്തി പറയുന്നത് ശരിയാ, അച്ഛൻ പോണ്ട. മോനെ, ഇപ്പോഴാ അവർക്ക് ബോധോദയം ഉണ്ടായിട്ടുണ്ടാവുക. സ്വത്തെഴുതി വാങ്ങിയ കാര്യം അവരെ നേരിൽ കണ്ട് കരഞ്ഞു ബോധിപ്പിച്ചിട്ടുണ്ടാവും. സ്വന്തം അച്ഛൻ വരെ മോനെ വിശ്വസിക്കുന്നില്ലെന്ന് ആ പെണ്ണ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള പെണ്ണല്ലേ, എന്തിനാ മാഷെ ഇങ്ങനെ ചെയ്തതെന്ന് എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും അമ്മയുടെ മോന്റെ കള്ളക്കളികളും കള്ളത്തരങ്ങളും ഒക്കെ. മനസ്സിലാവുന്ന രീതിയിൽ ഉപദേശിച്ചു കൊടുക്കാം. ഓ, വലിയ കാര്യമായി പോയി. ഒരു ഉപദേശി വന്നിരിക്കണത് നിങ്ങളുടെ മരുമോളായി വന്നോട്ടെന്ന് താണുകിണ് അപേക്ഷിക്കാനല്ല, ഇങ്ങനൊരു ചതി സ്വന്തം മോനോട് ചെയ്തല്ലോ ചോദിക്കാനാ. ചെല്ല്, ചെന്ന് കൈയോടെ വാങ്ങിയിട്ട് വാ. പോകുമ്പോ ഒരു തോർത്തൂടെ കൊണ്ടുവെക്കോ, നാണം കെട്ട് തിരിച്ചു വരുമ്പോ തലയിട്ട് മൂടാൻ. എനിക്കതിന്റെ ആവശ്യം വരില്ലടാ. നീയല്ലേ അങ്ങനെ നടന്നിട്ടുള്ളത്? നാണം കെട്ടത് വിട്ടുകളാച്ച. ഇവനോടൊക്കെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, വേസ്റ്റാ. പറ്റിച്ച് സ്വത്തെല്ലാം തിരിച്ചു ചെയ്ത് വാങ്ങി ഇങ്ങേര് നല്ലവൻ, മര്യാദക്കാരൻ. ഞാൻ വേസ്റ്റ്. അരവിന്ദേട്ടാ, എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എടി തുണിക്കച്ചവടക്കാരി, എല്ലാത്തിനും ആണിക്കല് നീയാ. ഈ ചതി ഞാൻ ഇയാൾക്കറിയില്ല. നിന്റെ ഉപദേശ ഇയാളെ കൊണ്ട് ഈ ചതി എല്ലാം ചെയ്യിച്ചത്. എല്ലാം തിരിച്ചു കിട്ടുന്ന നീ ആശ്വസിക്കുന്നു വേണ്ട. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കേരടി, ചാരുവിനെ പറ്റി നീ അനാവശ്യം പറഞ്ഞല്ലോ. നീ വാങ്ങുവേ. അത് പോടാ. അച്ഛാ പോണ്ട, ഞാൻ പോയി ചോദിക്കാൻ കാര്യം എന്താ? വേണ്ട മോനെ, നീ പോണ്ട. ഈ ഫ്രോഡിനെയും തള്ളയും കുറിച്ച് അവരോട് സംസാരിക്കാതിരുന്നതാ ഞാൻ. ഇപ്പൊ എന്നെ വിളിച്ച സ്ഥിതിക്ക് നേരിട്ട് എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിട്ട് വരാം. ആ പെണ്ണിന്റെ ജീവിതങ്ങൾ രക്ഷപ്പെടട്ടെ. കാര്യമോളെ, വിഷമിക്കണ്ട, ഞാൻ പോയിട്ട് വരാം. ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. ബാലമാമന്റെ പിന്നാലെ നമുക്കും പോയല്ലോ. ശരിയാവും, വാ. പിന്നാലെ പോകുന്നുണ്ടല്ലോ വാല് പോലെ. പോയിട്ട് വരട്ടടാ, നമുക്കെന്താ. നീ വാ.
എന്താ മേഡം? മേഡം കാണണമെന്ന് പറഞ്ഞു. അങ്കിളിനെ അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാ. മനസ്സിലായില്ല. വിശ്വസിച്ചവരെ പിന്നിൽ നിന്ന് കുത്തുന്നത്, കൂടെ നടന്ന് വിശ്വാസവഞ്ചന കാണിക്കുന്നത്, നല്ലവനാണെന്ന് കാണിച്ച് ചതിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്കിളുടെ മോൻ ആകാശിന് എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ കുറെ ആലോചിച്ചിരുന്നു. അതിനിപ്പോഴാ എനിക്ക് ഉത്തരം കിട്ടിയത് അങ്കിൾ. ഇതെല്ലാം ആകാശിന് കിട്ടിയത് അങ്കിളിൽ നിന്നാ. അങ്കിളുടെ ബ്ലഡ് തന്നെയല്ലേ ആകാശിനും. എന്താ അങ്കിളെ, സ്നേഹിക്കുന്നവരുടെയും വിശ്വസിക്കുന്നവരുടെയൊക്കെ മനസ്സ് കുത്തി നോവിക്കുന്നത് നിങ്ങളുടെ പാരമ്പര്യമാണോ? തലമുറകളായി കൈമാറി വരുന്ന കുടുംബ പാരമ്പര്യമാണെന്ന് തോന്നുന്നു. എനിക്കറിയാത്തോണ്ട് ചോദിക്കാം, സ്വന്തം മകനെ തന്നെ പറ്റിക്കാനുള്ള മനസ്സ് എവിടെ നിന്ന് കിട്ടി? മര്യാദക്കാരനായൊരു മാഷാണെന്ന് കരുതി ഞാൻ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. അതൊക്കെ ഇപ്പൊ ഇല്ലാതായി. ആകാശിന്റെ വെറും ഒരു അച്ഛൻ മാത്രമായിട്ട് മാറി. അങ്കിൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരി, എനിക്കും അറിയാത്തോണ്ട് ചോദിക്കുക. മനസ്സിൽ നിറയെ സ്വാർത്ഥതയും പകയും കൊണ്ട് നടക്കുന്നവര് വേദാന്തം ഓതിയിട്ട് കാര്യമില്ലല്ലോ. ഇതെന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതാണോ? അയ്യോ അല്ല, ഞാനത് പൊതുവായി പറഞ്ഞതാ. മേഡം, ശത്രു ഏത് ആയുധം എടുക്കുന്നോ അതേ ആയുധം നമ്മളും എടുക്കണം. അതാണ് ധർമ്മം. ഇല്ലെങ്കിൽ ജീവനും അഭിമാനമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വരും. ഞാൻ അരവിന്ദനെ കല്യാണം കഴിച്ചതുകൊണ്ട് അങ്കിളുടെ അഭിമാനത്തിന് ഒരു കുറവും വരാൻ പോകുന്നില്ല. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. വീണ്ടും അത് തന്നെ പറയണ്ട. മേഡം മേഡത്തിന്റെ ഭാഗത്തു നിന്ന് മാത്രം ചിന്തിക്കുന്നുണ്ടാ. എന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്ക്. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിക്ക്. മേഡം സ്നേഹിച്ചത് ആരെയാ? എന്റെ ഇളയ മകൻ ആകാശിനെ. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് മൂത്ത മകൻ അരവിന്ദനെ. ഇതെങ്ങനെ അംഗീകരിക്കാനാ മേഡം? ഇതിനുള്ള മറുപടി ഞാൻ അന്നേ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ജീവിക്കാൻ കൊതിക്കുന്നത് അങ്കിളുടെ കുടുംബത്തിലെ മരുമകളായിട്ടാ. ആകാശിനെ ഓഫീസിൽ വെച്ച് ഒരുപാട് ഉപദ്രവിച്ചു, കഷ്ടപ്പെടുത്തി. ഇനി എന്റെ വീട്ടിലേക്ക് മരുമകളായി വന്ന ആകാശിനെയും ചാരുവിനെയും ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നീ പറഞ്ഞ അത് കേട്ട് തലയാട്ടി നിൽക്കാൻ ഞാനൊരു ബുദ്ധിയില്ലാത്തവനല്ല.